ചായ സൽക്കാരം ലോക് ഭവനകത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രി എ പി അനിൽകുമാറുമായി സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ, ലോക് ഭവനിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കാണുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തൊട്ടു പിന്നാലെ കെ മുരളീധരനെയും കാണാം. സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി വിരുന്ന് മേശയിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും. നേതാക്കൾക്ക് ചായ സൽക്കാരമാണ്, ഗവർണറുടെ ചായ സൽക്കാരമാണ് ലോക് ഭവനിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി തങ്ങളെയും കാണാം മേശക്കരികിൽ. എ കെ അഭിലാഷുണ്ട്. അഭിലാഷ്, ഇപ്പോൾ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോക് ഭവനിലെ ഗവർണറുടെ ചായ സൽക്കാരത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടേക്ക് നേതാക്കൾ വരുന്ന ദൃശ്യങ്ങളും നമ്മളിതാ നൽകി കഴിഞ്ഞിരിക്കുന്നു. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രമുള്ള ദൃശ്യങ്ങളാണ്. എന്താണ്, എല്ലാ മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു അല്ലേ അഭിലാഷ്? മന്ത്രിമാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ചായ സൽക്കാരം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തി. പക്ഷേ എല്ലാ മന്ത്രിമാരും ഒരുമിച്ചല്ല എത്തിയത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ എ പി അനിൽകുമാർ അടക്കമുള്ള മന്ത്രിമാർ എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു 10-15 മിനിറ്റിനകം തന്നെ ഈ ചായ സൽക്കാരം പൂർത്തീകരിക്കും. അതുകൊണ്ട് അവിടെ ചില നർമ്മസല്ലാഭങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവർ തിരികെ വരികയും അതോടൊപ്പം തന്നെ മറ്റുള്ള ചടങ്ങുകളിലേക്ക് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. ഏതായാലും ലോക് ഭവനിലെ സൽക്കാരത്തിന്റെ ദൃശ്യങ്ങൾ, ഈ ആദ്യ സൽക്കാരം, ഈ ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഗവർണർ സർക്കാർ ബന്ധം മോശമാകുന്നത് ഭരണത്തെ തന്നെ ബാധിക്കുമെന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരുമായി ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അത് ഗവർണറുടെ നിലപാടിലും പ്രതിഫലിക്കും. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിലാണ് നേരത്തെ ഇടത് സർക്കാരും ഗവർണറും തമ്മിൽ പല ഘട്ടങ്ങളിലായി സംഘർഷങ്ങളുണ്ടായ, ആ സംഘർഷം ഏത് ഘട്ടം വരെ എത്തി എന്നുള്ളത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. സുഗമമായ ഭരണം സാധ്യമാകണമെങ്കിൽ ഗവർണർ സർക്കാർ ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. റഹീസ് റഷീദുമുണ്ട്. റഹീസ്, ഇപ്പോൾ ഈ ചായ സൽക്കാരത്തിൽ തുടങ്ങുന്നു, ശുഭകരമായി തുടങ്ങുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ, PM ശ്രീ ഇപ്പോൾ പുതിയ സർക്കാർ വന്നതോടെ ബംഗാൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാടും കേരളവും മാത്രമാണ് ഒപ്പിടാനുള്ളത്. കേരളം ഒപ്പിടുകയാണെങ്കിൽ ഇടത് സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട് വിമർശിച്ചവർ അതിൽ ഒപ്പിടുമോ എന്നുള്ള ചോദ്യവും നിൽക്കുന്നു. ഇതൊക്കെ തന്നെയും സങ്കീർണമായ സാഹചര്യമാണ്. അപ്പോൾ എന്താണ് VDS സർക്കാർ ഇക്കാര്യത്തിലൊക്കെ എടുക്കുന്ന നിലപാട്? അതുകൂടി ഒരു കൗതുകമായി നിൽക്കുന്നു. റഹീസ് റഷീദ്. ഉറപ്പായ സ്മൃതി എന്ന് മാത്രമല്ല, UDF സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗാണ്. ആ ലീഗ് ഭരിക്കുന്ന സമയത്ത് BJP കൊണ്ടുവന്ന, അല്ലെങ്കിൽ LDF സർക്കാർ വേണ്ടെന്ന് വെച്ച, CPM വേണ്ടെന്ന് വെച്ച ഒരു കാര്യത്തിൽ ലീഗ് മന്ത്രി ഒപ്പിടുന്ന ഒരു കാഴ്ച ഉണ്ടാകുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 3 സംസ്ഥാനങ്ങളെ ഒപ്പിടാതെ നിന്നിരുന്നുള്ളൂ. പക്ഷെ പശ്ചിമ ബംഗാൾ അവിടെ BJP സർക്കാർ വന്നപ്പോൾ അവരും കൂടി ഒപ്പിട്ടു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോ ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്, ഏറ്റവും അടുത്തൊരു ഫയൽ കൊടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു ഫയല് കഴിഞ്ഞ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് ലോക് ഭവനിൽ കൊടുത്തിരുന്നു. പക്ഷെ പുതിയ സർക്കാർ വന്നിട്ടേ അതിൽ തീരുമാനമെടുക്കൂ എന്ന നിലപാട് ഗവർണർ എടുത്തു. അതിൽ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. VC-മാരുടെ നിയമനത്തിൽ ഗവർണർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ ലോക് ഭവനോട് ഒരു തവണയും സഹകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനം പോലെയുള്ള ചടങ്ങുകളിൽ ചായ സൽക്കാരം സാധാരണഗതിയിൽ ലോക് ഭവനിൽ നടക്കാറുണ്ട്. അതിലൊന്നും VD സതീശൻ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ലോക് ഭവനും സർക്കാരും തമ്മിൽ മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെ ചില സമയത്ത് സംഘർഷഭരിതവും ചില സമയത്ത് അനുനയ നീക്കവുമായിരുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കുമോ ഉള്ളത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൂടി ബാക്കിയുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട്. അക്കാര്യത്തിൽ ഇതറിയാം. ഇപ്പോൾ ഇതാ നമ്മൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിലാണ്. ഇതിലൂടെയാണ് മന്ത്രിമാർ ഇപ്പോൾ ചായ സൽക്കാരം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റിലുള്ള 21 മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി കയറി വരിക. മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ
സുപ്രധാന തീരുമാനങ്ങൾ ആദ്യ വി ഡി സതീശൻ സർക്കാർ എടുക്കും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. പല കാര്യത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ഈ സെക്രട്ടേറിയറ്റിന് തന്നെ തൊട്ടു മുമ്പുള്ള ആശാസമര പന്തലത്തിൽ പറഞ്ഞതാണ്, എന്റെ നേതൃത്വത്തിലുള്ള UDF നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുമെന്ന് ഇതിനു മുമ്പത്തെ സമരപ്പന്തലിൽ നിന്ന് പറഞ്ഞതാണ്. ആ തീരുമാനം അല്പസമയത്തിനകം നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇന്ദിരാ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. വയോജന വകുപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു വകുപ്പ് വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് രാഷ്ട്രീയ തീരുമാനമായിരിക്കും എടുക്കുക എന്നറിയാനുള്ള ആകാംക്ഷ കൂടിയുണ്ട്. ചായ സൽക്കാരം സാധാരണഗതിയിൽ അധിക സമയം നീളാറില്ല, ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും പരമാവധി ഉണ്ടാകുക. അത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് പോയത് മന്ത്രിമാരെല്ലാം ലോക്ഭവനിലേക്ക്. ആ മന്ത്രിമാരെല്ലാം തിരിച്ചെത്തി ക്യാബിനറ്റിലേക്ക് പോകും. അറിയേണ്ട 2 കാര്യമുണ്ട്. ക്യാബിനറ്റ് യോഗത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുമതി ഉണ്ടോ എന്നറിയണം. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് നമുക്ക് കയറാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞിരുന്നില്ല.